അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇറാൻ്റെ ശക്തി കണ്ട് ലോകം ഞെട്ടിരിക്കുന്ന കാഴ്ചകളാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ വാർത്തകൾ ദിവസവും വരുന്നത് ഞെട്ടിപ്പിക്കുന്ന ദൃശ്യമാണ്. കാരണം നമ്മുടെ കയ്യിൽ അയൺ ഡോം ഉണ്ടെന്നും പറഞ്ഞ് അഹങ്കരിച്ചു കൊണ്ടിരുന്ന ഇസ്രായേലുകൾ ഇപ്പം നേരിട്ടാണ് ഡിമോനയിലും ആറാദിനും, അതായത് ഇറാൻ്റെ മിസൈൽ നേരിട്ട് പതിച്ചപ്പോൾ ഇവർക്കുള്ള അയൺ ഡോം ഒന്നുമായില്ല. ഇറാൻ്റെ ശക്തി എത്രത്തോളം ശക്തിയുള്ളതാണ് എന്ന് ലോകം ഞെട്ടിരിക്കുക. കാരണം ഇസ്രായേൽക്കാർ പറഞ്ഞത് ഞങ്ങളെ തകർക്കാനൊന്നും കഴിയില്ല, ഞങ്ങൾ ആകാശത്തിൽ വെച്ച് ഇറാനിൽ നിന്ന് വരുന്ന മിസൈലുകളെല്ലാം തകർത്ത് തരിപ്പണമാക്കും, നമ്മുടെ കയ്യിൽ അയൺ ഡോമുണ്ട്, പലതും പറഞ്ഞ് അഹങ്കരിച്ചു കൊണ്ടിരുന്ന ഇസ്രായേലിൻ്റെ ഇത്തരത്തിലുള്ള നഗരങ്ങളിൽ നേരിട്ട് മിസൈലുകൾ പതിക്കുമ്പോൾ വല്ലാത്ത ഈ വിഷയങ്ങൾ വളരെ ആവേശത്തോടു കൂടി പറയുന്നതല്ല. ഇപ്പോൾ യുദ്ധമെന്ന് പറയുന്നത്, യുദ്ധത്തിൽ യഥാർത്ഥത്തിൽ തോൽക്കുന്നത് ഒരു രാജ്യമൊന്നുമല്ല, ഒരു മനുഷ്യരാണ്. ദുർബലരായ മനുഷ്യന്മാർ, പാവപ്പെട്ടവർ, അല്ലേ, പിഞ്ചുമക്കൾ, സ്കൂളിൽ പോയ മക്കൾ, വളരെ സന്തോഷത്തോടു കൂടി പോയ മക്കൾ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് വന്നില്ല എന്ന് പറയുമ്പോൾ എത്രത്തോളം വേദനയുള്ള വാർത്തകളാണ് പ്രിയമുള്ളവരെ. കാരണം ആ മകൻ പോകുന്ന ഓരോ ദൃശ്യങ്ങൾ നാം കണ്ടവരാണ് വാർത്തയിലൊക്കെ. ഇത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ മുസ്ലിമീങ്ങളായ നാമൊക്കെ എന്താ ചെയ്യേണ്ടത്? ആരെ കൂടെയാണ് നിൽക്കേണ്ടത്? ആരെയാണ് പിന്താങ്ങേണ്ടത്? ആർക്കാണ് നമ്മുടെ സപ്പോർട്ടൊക്കെ വേണ്ടത് എന്ന് പലരും ചിന്തിക്കുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പല ഇടങ്ങളിലും ഇത്തരത്തിലുള്ള യുദ്ധങ്ങൾ നടക്കുമ്പോൾ, അതായത് ദുർബലരായ സത്യവിശ്വാസികൾ പലയിടത്തും, അവർക്ക് നമ്മുടെ പ്രാർത്ഥന ഉണ്ടാകണം. നാം ഇതിൽ ആഘവത്തോടുകൂടി അവിടെയല്ലേ യുദ്ധം നടക്കുന്നത്, അവിടെ മറ്റു സ്ഥലത്തല്ലേ യുദ്ധം നടക്കുന്നത്, എന്ത് വേണമെങ്കിലും സംഭവിച്ചോട്ടെ, നമുക്കെന്താ പ്രശ്നമെന്ന് ചിന്തിക്കുന്നവരൊക്കെ ഉണ്ട്. ഒരിക്കലും അതൊരു മുസ്ലിമിന് യോജിച്ചതല്ല. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മസലുൽ മുഅ്മിനീന, ഒരു മുഅ്മിനിൻ്റെ ഉദാഹരണം എന്ന് പറയുന്നത് കമസലിൽ ജസദ് എന്നാണ്. ഒറ്റ ശരീരം പോലെയാണ്. ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു അംഗത്തിന്, ഏതെങ്കിലും ഒരു അവയവത്തിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ എന്തെങ്കിലും ഉണ്ടായാൽ ആ ശരീരം അതിനു വേണ്ടി, ഇപ്പോൾ കയ്യിനൊരു വേദന ഉണ്ടായാൽ കണ്ണ് ഉറങ്ങുമോ? അതേപോലെ ഒരു കാലിന് വേദന ഉണ്ടായാൽ മനസ്സ് ഉറങ്ങുമോ? നമ്മൾ ചിന്തിക്കേണ്ടതാണ്. കാരണം അത്രത്തോളാണ് മുസ്ലിമുകളുമായിട്ടുള്ള ബന്ധങ്ങൾ. അവർ ഒറ്റ ശരീരം പോലെയാണ്. നമ്മുടെ മുസ്ലിമുകളായ സത്യവിശ്വാസികൾ, എവിടെയെങ്കിലും ദുർബലരായ സത്യവിശ്വാസികൾ ഇത്തരത്തിലുള്ള വേദനകൾ അനുഭവിക്കുമ്പോൾ, ഇപ്പോൾ യുദ്ധങ്ങൾ നടക്കുകയാണ്, തീരുമാനിക്കുന്നതൊക്കെ വലിയ വലിയ നേതാക്കളാണെങ്കിലും ഇതിൽ അപകടം വരുന്നതായിരിക്കാണ് മുസ്ലിമുകളായ പലരും. അത് പാവപ്പെട്ട സ്ത്രീകൾ, രോഗികൾ, ഇത്തരത്തിലുള്ള ആളുകളാണ് മരണപ്പെട്ടു പോകുന്ന അവസ്ഥകൾ. നോക്കൂ, ഇതൊക്കെ ഇപ്പോൾ ഈ ഇറാൻ്റെ ഈ ശക്തിയെ ഇത്രത്തോളം ആവേശത്തോടു കൂടി പറയാൻ കാരണം അത്രത്തോളമാണ് ഫലസ്തീൻ്റെ ആ പൊന്നുമക്കൾ അനുഭവിച്ചത്. ഇസ്രായേലിൻ്റെ ആ ക്രൂരമായ ആ പീഡനങ്ങൾ, അത്രത്തോളമായിരുന്ന അക്രമങ്ങൾ അവർ ഫലസ്തീൻ ഗാസയിലൊക്കെ ഉണ്ടാക്കി നമുക്ക് കണ്ടതാണ്. ആ പിഞ്ചുമക്കൾ കഴിഞ്ഞ വർഷം റമദാനിലൊക്കെ എത്ര വേദനകളാണ് അവർ തിന്നാൻ ഭക്ഷണമില്ലാതെ, അല്ലേ, ഇന്നും ആ വേദനകൾ അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മെ തോൽപ്പിക്കാനോ അല്ലെ നമ്മളെ എതിർക്കാനോ നമുക്ക് ആരും ഒരു ശക്തിയില്ല, നമ്മെ നേരിടാനോ ഒരാൾക്കും കഴിയില്ല. നമ്മൾ അതുണ്ട്, മറ്റതുണ്ട്, അയൺ ഡോം ഉണ്ടെന്നുള്ള പറഞ്ഞിട്ട് എത്ര വലിയ റോക്കറ്റുകൾ ആകാശത്തിൽ വന്നാലും അത് ആകാശത്തിൽ വെച്ച് തന്നെ ഞങ്ങളതിനെ ഇല്ലായ്മ ചെയ്യുമെന്നെല്ലാം അഹങ്കരിച്ചവർ ഇപ്പോൾ നേരിട്ട് ഡിമോനയും അതുപോലെ ആറാധുമിൽ വെച്ച് നേരിട്ടിട്ടാണ് ഇറാൻ്റെ മിസൈലുകൾ പതിച്ചത്. ആ സമയത്ത് ഇവർക്കുള്ള ശക്തികൾ എവിടെ പോയി? ഈ അഹങ്കാരം എവിടെ പോയി? അവർ തന്നെ അത് സമ്മതിച്ചിരിക്കുകയാണ്. അതാണ് വല്ലാത്ത ഞെട്ടിപ്പിക്കുന്നത്. അഹങ്കാരം. നമുക്കേ വിചാരിക്കുന്നത് ആരും കാണുന്നില്ല, ഒന്നും സംഭവിക്കില്ല, നമുക്കൊന്നും പറ്റൂല. പക്ഷേ ഇതൊക്കെ അള്ളാഹു കൃത്യമായി വീക്ഷിക്കുന്നുണ്ട്. എവിടെ എന്ത് അള്ളാഹുവിൻ്റെ സഹായം എന്നാലും വന്നാൽ അത് വല്ലാത്തൊരവസ്ഥയായിരിക്കും. അള്ളാഹുവിൻ്റെ ശിക്ഷയുണ്ട്. ഇന്ന ബത്ഷ റബ്ബിക ലശദീദ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള യുദ്ധങ്ങൾ ഇതൊരിക്കലും ശരിയല്ല. ഇതൊന്നും തീർന്ന് ഒരു സമാധാനത്തിലേക്ക് വേണ്ടി നമ്മുടെ പ്രാർത്ഥന ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. തഹജ്ജുദിൻ്റെ നേരത്തൊക്കെ. കാരണം വിദേശത്ത് ജോലി ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാരൊക്കെ ഉണ്ട്. അവിടെ ഭാര്യമാർ നാട്ടിലേക്ക് വലിയ സങ്കടത്തിൽ കഴിയുന്നവരുണ്ട്. എന്ത് സംഭവിക്കും? ഏത് സമയത്തും എന്തും സംഭവിക്കാം. അവർക്ക് വലിയ കാരണം അവിടുത്തെ ജോലി കൊണ്ട് ഇവിടെ ജീവിച്ചു പോകുന്ന ഒരുപാട് സ്ഥാപനങ്ങളും പലതുമൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ പ്രാർത്ഥന തീർച്ചയായും ദുർബലരായ സത്യവിശ്വാസികൾക്ക് വേണ്ടി എന്നും എപ്പോഴും ഉണ്ടാകണം. ഇതിൽ മരിച്ചു വീഴുന്നത്
കൂടുതൽ മുസ്ലിമീങ്ങളാണ്. ഇപ്പോൾ ഫലസ്തീനിലൊക്കെ നാം കണ്ടതാണല്ലോ എത്ര മുസ്ലിമീങ്ങളാണ്. അവരുടെ ആ ഒരു ദുആ അള്ളാഹു കേട്ടിരിക്കണമെന്ന് തോന്നുന്നുണ്ട്. 150 പേർക്ക് അല്ലേ 9ഓളം പേര് മരണപ്പെട്ടു എന്നുള്ളൊരു വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ അതൊക്കെ ചെറിയ സംഖ്യയിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഭീകരമായ അവസ്ഥയിലാണ് ഇസ്രായേലിൽ നിന്ന് കടന്നുകൊണ്ട് പോകുന്നത്. അവിടെ തീ മഴയാണ് വർഷിച്ചു കൊണ്ടിരിക്കുന്നത്. അത്രയ്ക്കും രീതിയിലുള്ള ആക്രമണങ്ങൾ ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസം കേൾക്കുന്ന വാർത്തകൾ ഭീതിതപ്പെടുത്തുന്നു. അതേപോലെ ഇറാനിലും സംഭവിക്കുന്നുണ്ട്. എന്നാലും ഇസ്രായേലിന് ഇത്രയും എടുത്തു പറയാൻ കാരണം അവർ ചെയ്ത ക്രൂരത, അവർ ചെയ്ത അക്രമങ്ങൾ അങ്ങനെയായിരുന്നു. പിഞ്ചു മക്കൾ അല്ലേ, അവരെന്ത് തെറ്റ് ചെയ്തു? എന്തിനവരെ കൊന്നു? സ്കൂളുകൾ, ആശുപത്രികൾ, ചെയ്യുന്ന അക്രമങ്ങളും നോക്കണം. എവിടെല്ലാം വെച്ചിട്ടാണ് അവർ അക്രമം ചെയ്യുന്നത്? ഒരു തെറ്റും ചെയ്യാത്ത കുത്തിലത്ത്, എന്തിനാണ് ഞങ്ങളെ കൊന്നത് എന്ന് നാളെ പരലോകത്ത് ചോദിക്കുമല്ലോ. ആ രീതിയിലുള്ള പിഞ്ചു മക്കളാണ് ആശുപത്രികളിലാണ്. ഇത് നീതിയാണോ? ഇത്തരത്തിലുള്ള അക്രമങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവർ നടത്തുന്നവർക്കെതിരെ ഇത്തരത്തിലുള്ള അക്രമങ്ങൾ ഇറാൻ്റെ ഭാഗത്തേക്ക് ഉണ്ടാകുമെന്ന് പറയുമ്പോൾ ഒരിക്കലും അവിടുത്തെ മക്കൾ എല്ലാവരും അവരൊന്നും ആക്ഷേപിച്ചു കൊണ്ടല്ല, പക്ഷേ അവർ ചെയ്ത അക്രമങ്ങൾ അത്രയായിരുന്നു. നമ്മുടെ പ്രാർത്ഥന എപ്പോഴും ഇതിൽ നിന്നൊരു സമാധാനം കിട്ടാൻ വേണ്ടിയുള്ള പ്രാർത്ഥന സത്യവിശ്വാസികളായ നമ്മുടെ ഭാഗത്ത് എന്നും എപ്പോഴും ഉണ്ടാകണം. കാരണം പാവപ്പെട്ടവർക്കാണ് ഇതുകൊണ്ട് ഏറ്റവും വലിയ പ്രയാസം അനുഭവിക്കുന്നത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല വലിയ ഒരു സലാമത്ത് നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.